പെരയിൽ കുഞ്ഞോളും കുട്ടികളൊന്നുമില്ല, ഒക്കെ വിരുന്ന് പോയിക്കാണ് മിക്കവാറും. ഇനി കൂടിയിട്ടില്ല റബ്ബേ, ഇങ്ങോട്ട് മിക്കവാറും ഇനി ഒരു നാളെ ഉച്ചയ്ക്ക് കയറാൻ വരില്ല. ഏതായാലും സുഹൃത്തുക്കളെ ശ്രദ്ധിക്കും. ഞാനൊരു ഞായറാഴ്ച വിശേഷമായി വന്നിരിക്കുകയാണ്. ഞാനിങ്ങനത്തെ രാവിലത്തെ മഴയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. മൊത്തത്തിലൊന്ന് സമയം ഏകദേശം 9 മണി ആയിക്കണ്. നല്ല മഴയാണ് രാവിലെ തന്നെ. ഇന്നും മഴ ദിവസം തോന്നുന്നു. പിന്നെ നമ്മളെ വണ്ടീൻ്റെ റിവ്യൂ ഒക്കെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. ഞാനിന്നേ ഒരു ഉച്ചവരെ ഇങ്ങനെ ഓടിക്കാണ്ട് നമുക്കൊരു ചങ്ങായി ഉണ്ട്, നമ്മളെ സ്വന്തം അമീർ. അപ്പോൾ ഓനിങ്ങനെ ഈ AI പിക്ചേഴ്സ് ഉണ്ടല്ലോ, ഓൻ കാര്യമായിട്ട് ഓൻ്റെ സ്റ്റോറിയോ അല്ല മൂന്നാറിലോ പിന്നെ ഊട്ടിയിലോ മൈസൂരൊക്കെ പോയി കണ്ട് ഇങ്ങനെ ബാക്കിലിങ്ങനെ AI പിക്ചർ ഇപ്പോൾ ചെയ്യുമല്ലോ ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ വഴി. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ചില ഭാഗത്തിന് ഞാൻ നിന്ന് കുറേ ദിവസം നമുക്ക് അട്ടപ്പാടി പോകാതെ ഇങ്ങോട്ട് കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞായറാഴ്ച അല്ലേ സാധാരണ ഉച്ചവരെയൊക്കെ ഓടല്, ഞായറാഴ്ച ഒരു ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് കുറച്ച് നേരം നമുക്ക് ഏതെങ്കിലും പോകാനൊക്കെ സമയം വേണം, എന്നാലേ നമ്മളെ ജീവിതത്തിൽ രസം ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഞാൻ ഇന്ന് ഞായറാഴ്ച കുറച്ച് നേരം എത്ര ദിവസം മഴയൊക്കെ ഉണ്ടല്ലോ, ഓയ് അയൽവക്കത്ത് പോയി എന്നാണ് വിളിക്കേണ്ടത്. പോവാ ഒരു മിനിറ്റ്, അയൽവക്കത്തെ കാക്കണം. പിന്നെ അവ എന്തൊക്കെ പറഞ്ഞു റബ്ബേ പോയല്ലോ. ഞാൻ ഉച്ച വരെ ഒരു മണി വരെ ഓടിക്കാണ്ട് ചെങ്ങായിക്ക് എല്ലാവരും പോവല്ലേ കുറേ ദിവസമായി വിളിക്കണത്. ഓന് ഡെയിലി ഓൻ ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യണം, ഒരു യൂന്ന് പറയണില്ല. ഓൻ്റെ പണി അങ്ങനത്തെ പണിയാണ്, അല്ല പണിൻ്റെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഓനെ കൊണ്ടൊന്ന് വൈകുന്നേരം ഉച്ചക്ക് അസർക്ക് ശേഷം അട്ടപ്പാടിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഓടണം, ഒരു മണിവരെയൊക്കെ ഓടിയിട്ട് പെരയിൽ ആരുമില്ല, എല്ലാവരും ബേക്കല്ല. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കുന്നതൊക്കെ തട്ടിക്കൂട്ടി വെച്ചു, അല്ലെങ്കിൽ ഉമ്മാനത്ത് പോയാൽ മതി തറവാട്ടിൽ. പക്ഷെ അമ്മ അവിടെ അല്ല, അമ്മ ഉമ്മാൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എനിവേ ഒരു ഞായറാഴ്ച വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഓടാൻ പോകാൻ നോക്കട്ടെ. സമയം ഏകദേശം 9 മണി കഴിഞ്ഞിരിക്കണ്. കുറച്ച് നേരം ഓടാമല്ലോ. ഇന്ന് കല്യാണം കൊണ്ടുപോകണം നമ്മൾ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ കുറച്ച് നേരം ഓടിയാൽ അത് കിട്ടും. പൊതുവെ ഇപ്പോൾ ഓട്ടം കമ്മിയാണ്. ഈ മഴയായ സാധാരണ ഓട്ടം കിട്ടേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഓട്ടല്ലോ മൊത്തത്തിൽ ചടപ്പാണ്. ഒരാഴ്ച വരെ നല്ല സ്കൂളൊക്കെ തുറന്നു, അല്ല സ്കൂൾ തുറന്നിട്ട് കുറേ ആയി, പക്ഷേ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ടേ മൊത്തത്തിൽ ഇപ്പോൾ ഉഷാറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ഒരു ഓട്ടം കിട്ടും, കാരണം 2 കല്യാണമാണ്. നമ്മളെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ 2 കല്യാണം. അപ്പോൾ മിക്കവാറും ഓട്ടം കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു മണി വരെ ഓടണം. പിന്നെ നേരെ വന്നിട്ട് അട്ടപ്പാടി പോകണം. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ചെരുപ്പ് മാറിയോ തന്നെയുള്ളല്ലേ, ആകെ തിരിഞ്ഞിരിക്കണം തലയൊക്കെ. ഏതായാലും അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. സമയം ഇവിടെ ഏകദേശം 9 മണി ആയിക്കണം കേട്ടോ. ബിസ്മില്ലാ. മഴ കൊണ്ട് പെയ്തിട്ടേ ഒരു രക്ഷയില്ല. എന്നാലും 5 മിനിറ്റ് മഴക്കൊന്നും കാണില്ല. വണ്ടിപ്പോൾ അവിടുന്ന് വരുന്നുണ്ട്, ആകെ ലോക്കാവല്ലോ. എന്താണ് തൽക്കാലം കഴിച്ചില്ലായി. നമ്മൾ ശരിക്കും റോഡ് ചെറിയ റോഡാണ്. നമ്മൾ റോഡിലൊക്കെ നോക്കിയും ഒരു കടലാണ്, കടൽ. എന്താ അതൊക്കെ അവസ്ഥ അല്ലേ, വല്ലാത്തൊരു കഥ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. ഈ സമയം എന്ന് പറഞ്ഞാൽ 10:50 കഴിക്കണം. ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ അയൽവക്കത്തെ അവരെ ബാങ്കിലെ പൈസ 50 രൂപ അങ്ങനെ കഴിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇന്നൊരു ഉറക്കം തൂങ്ങിയ ദിവസമല്ല എനിക്ക് ആകെ ഒരു ഉറക്കം തൂങ്ങിയ. പെരയിൽ ഒന്നാമത് കുട്ടികളാരും ഇല്ലായിട്ടുള്ളതാണ്. അപ്പോൾ ഓരോട് ഇങ്ങനെ വെച്ചിട്ട് വർത്തമാനം പറഞ്ഞ് ഓരോട് ചിരിച്ച് കളിച്ച് ഓലപ്പം ഭക്ഷണം കഴിച്ച് ഓലപ്പം ഇങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ബിസ്മില്ലാ 50 കഴിഞ്ഞിട്ടും കിട്ടിക്കണ്. ഞാൻ അവളിങ്ങനെ ഇരിക്കും ഒരു 12-1 മണി വരെ. അങ്ങാടിയിൽ മനുഷ്യനൊക്കെ വരുന്നുള്ളൂ. രാവിലെ തന്നെ ലോഡും വണ്ടിയാണ് പോകുന്നു. 12 കാലമായി. അപ്പോഴാണ് നമുക്കൊരു ഓട്ടം കിട്ടുന്നത്. മുന്നേ ജീവിക്കാം പോലെന്നാ നിങ്ങളോട് ഇറങ്ങില്ലേ. അപ്പം നമ്മൾ നേരെ പെരേക്ക്. ശരിക്കും നിങ്ങളെ പെരേക്ക് തന്നെ വഴി ഒലിപ്പേ കൂടെ അല്ലേ ശരിക്കും പെരേക്ക് പോരാ? ഇതാണല്ലേ.
റോഡ് അല്ലേ? റോഡ് അങ്ങ് എത്തിക്കണം. ആ എന്നാലും ആക്കാണ്. ആദ്യമൊക്കെ എങ്ങനെയാണ് ഈ റോഡ്? ആ ഇവിടെ ചെറിയ പീടിയൊക്കെ തുടങ്ങിക്കണോ? അത് ആര് വരാ? ആ അത് ആറുവാരം. ആ മൂപ്പര് വരെ വലിയൊരു മാഷാള്ള അല്ലേ? ആ ഇതില്ലേ ഈ വലിയ മതിൽ അല്ലേ? മാഷാള്ളൊക്കെ വലിയ പെരയായിട്ടില്ലേ? എത്രങ്ങാനും പെരയില്ലേ? ഇവിടെ കറക്റ്റ് എന്താ പറയാ? അപ്പൊ കറക്റ്റ് അല്ല സ്ഥലം പേര് ഇവിടെ നെടുങ്ങാപ്പാറ ഭാഗം തന്നെ പറയാ? എത്ര കൊടുക്കല്? ആ മതി, പക്ഷെ അത് മതി. നിങ്ങൾ കൊടുക്കണ ഏതാ? അത് 10 അല്ല കാര്യമൊന്നുമില്ല. ഇൻഷാല്ല പോട്ടെ. ഇൻഷാല്ല കാണാം. ഓക്കെ അല്ലേ? ഇതിലെങ്ങനെ ഒലിപ്പേക്ക് ചാടല്ലേ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ റോഡ് നേരെ അങ്ങനെ പോവല്ലേ? ആയിക്കോട്ടെ 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 ശരി. അതാണ് നമ്മൾ സ്വന്തം നജീബ്. പണ്ട് വാപ്പാക്ക് ഹോട്ടൽ കച്ചവടം. അപ്പൊ ഞങ്ങള് മൂപ്പര് രാവിലെ എന്നും പണിക്ക് പോകുമ്പോൾ നമ്മളെ പീടിക്ക് വരും. ഞാൻ എന്നും ഓരോ ചായയൊക്കെ പാർന്ന് കൊടുക്കും, 2 ദോശ ചട്നിയൊക്കെ കൊടുക്കും. അങ്ങനെയല്ല പരിചയം. കുറേ ഞാൻ ഗൾഫിലായപ്പോ പിന്നെ കുറേ കാലം കാണാതെ എപ്പോഴാണ് ഇപ്പൊ കണ്ടത് ഞാൻ. ഏതായാലും കുറെ ആൾക്കാരെ നമ്മള് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. ഇത് ഒലിപ്പുഴ, നമ്മുടെ KK പാണ്ടിക്കാട് റോഡുണ്ടല്ലോ, അവിടേക്ക് പോണ ഷോർട്ട് കട്ടാണ്. ഇവിടെ നേരെ നമ്മളെന്ത് ചെയ്യും? ഒലിപ്പുഴ ചെന്ന് ചാടും. നമ്മൾ മെയിൻ റോഡിൽ എത്തി. ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ ഇവിടെ ചെറിയൊരു വീടുണ്ടോ? ഇവിടെ കണ്ടോ? ഒരു ചെറിയൊരു വീട്. അവിടുത്തെ ആ വീട് പണ്ട് ചെറുപ്പകാലത്ത് ഞങ്ങൾ പണ്ട് അന്ന് വീടൊന്നും ഉണ്ടായില്ല, കോട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇതാക്കണം ഇവിടെ കണ്ടോ? ആ കണ്ടോ ആ വീട്? ആ വീട് ചെറുപ്പകാലത്ത് ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഒലിപ്പുഴ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ 4 വരെ സ്കൂളിൽ പഠിച്ചൊക്കെ ഈ ഭാഗത്താണ്. അതൊന്നും വീടില്ല, കോട്ടേഴ്സ് കൂടെ. അത് കണ്ട വീടുണ്ടോ? അത് ഇപ്പോൾ മെയിൻ റോഡിൽ ചാടിയിട്ട് നമ്മൾ സംഭവം ഇതിലെ പോയതിന് എളുപ്പം. പിന്നെ മൂപ്പര് അവിടെ ഒരാളെ ഇറക്കില്ല. നമ്മൾ ആദ്യം മൂപ്പര് അവിടെ ആദ്യം ഇറക്കണം എന്ന് പറഞ്ഞിട്ട് പെരിക്ക് വരണം എന്ന് പറഞ്ഞു. നമ്മൾ അതിനങ്ങനെ ഷോർട്ട് കട്ട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും സമയം 12, 12, 12:30 ആയിക്കണം. ഏകദേശം 1 മണിക്കൂർ മുട്ടിച്ചിട്ട് ഇങ്ങനെ ഓടിയിട്ട് പെരി പോകും. ഇന്ന് ഞായറാഴ്ച പൊതുവെ ഒരു മന്ദഗതിയാണ്. ഞാനവിടെ നേരത്തെ ഇങ്ങനെ പാർക്കിൽ ഇരുന്നില്ല. പിന്നെ ഒരു 11 അതിൻ്റെ ഇടച്ചൊരു 30 രൂപയുടെ ലോക്കലിട്ട്. പിന്നെ ഇരുത്തം തന്നെയാണ്, ഫുള്ളിരുത്തം. ഞായറാഴ്ച അവിടെ കല്യാണം, അപ്പുറത്ത് കല്യാണമൊക്കെ ഉണ്ട്. പക്ഷെ കല്യാണമൊക്കെ രാവിലത്തെ അതിൻ്റെ തിരക്കുമുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വലിയൊരു ഓട്ടമൊന്നും കിട്ടിയില്ല. ഏതായാലും അങ്ങനെയൊക്കെയാണ്. ഒരു 1 മണി 1:30 മണി വരെ ഓടിയിട്ട് ബാക്കി നമുക്കുള്ള ദിവസമാണ്. അട്ടപ്പാടി ചുരം കയറാം. മൊത്തത്തിലൊരു പെരിൻ്റെ ആരും കുട്ടികളൊക്കെ നാളെ വരുള്ളൂ. പിന്നെ നമ്മൾ ബ്രസീലിൻ്റെ കളിയല്ലേ വൈകുന്നേരം? എന്താവുമല്ലോ. പക്ഷെ ടീം അത്യാവശ്യം കളിയിലെ ടീമാണ്. അപ്പം പിന്നെ പ്രതീക്ഷ ഉണ്ട്. ജയിക്കുന്നില്ലേ നോക്കാം. ലോഡ് ഇറക്കുന്ന സുഖം, ഫുള്ള് ലോഡിലാണ്. ലോഡ് പണിക്കാർ പെരും പണിയില്ല. സുഖല്ലേ? സുഖം നമ്മളെ ചങ്ങായി നാള് നല്ല പണിയിലാണ്. ഈ ലോഡ് ആയിട്ടൊരു സമ്മതിക്കണം. ഇന്ന് സ്പെഷ്യൽ ഫുഡുകളൊന്നും ഇല്ല. ഇന്ന് രാവിലെ അടുത്ത് പോയിക്കണ്ട് ചായ കുടിച്ചു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നീച്ച് കണ്ട് ഇന്നലത്തെ കളിയൊക്കെ കണ്ടു പോകുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും പെരയിൽ നല്ല കോഴിമുട്ടിട്ട് ഫുഡ് കഴിച്ചൊരു ഓംപ്ലേറ്റും കഴിച്ചിട്ട് ലെസും ചോറ് പിന്നെ ഉണ്ടായിരിക്കണം രാവിലെ. അതും കഴിച്ചിട്ട് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ അട്ടപ്പാടി ആ ചെറുകം 3 മണിയാകുമ്പോൾ എത്തുകൊണ്ട് എൻ്റെ പെരയ്ക്കെന്നൊക്കെ പറയണം. ഏതായാലും ഇനി പെരയിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മളെ റോണിൻ ബൈക്ക് എടുക്കുക, പോവാം. പൊതുവെ നിങ്ങളെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതിന് കമൻ്റായിട്ടുള്ളതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അത് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. പറയാൻ കാരണം എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഞാനൊരു 10, 20 ഒരു എന്തായാലും കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10, 25 യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അതായത് കൊറോണ കാലത്ത് ഞാൻ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് ഞാൻ
നാട്ടിൽ ലീവിന് വന്നിട്ടോ. ലീവിന് വന്നിട്ട് കൊറോണ സമയത്ത് 15 ദിവസം ക്വാറൻറ്റൈനിലൊക്കെ ഇരുന്നുകൊണ്ട് വരുമല്ലോ. അങ്ങനെ വന്നിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങി, ഫുഡി ആഷിക് എന്നൊക്കെ പേരിൽ കടകളിൽ പോയി ഫുഡുകളൊക്കെ കഴിച്ച് കാണില്ല പരിപാടി. അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടായിന്. അങ്ങനെ കുറേ തുടങ്ങും, അത് അങ്ങനെ പോകും, ശ്രദ്ധിക്കാതെ പിന്നെ അങ്ങനെ പോകും. പിന്നെ റീച്ചുമില്ല, ആര് കാണുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയി. ഇപ്പോൾ ഈ വീഡിയോസിന് നമ്മളെ വ്ളോഗിനൊക്കെ ഇഷ്ടപ്പെടുന്നു, കാണാൻ ഇത്രത്തോളം രസം തോന്നുന്നു, കണ്ടിരുന്ന് പോകുന്നൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാൻ എല്ലാവരും പറയുന്നുണ്ട്. ഡെയിലി വ്ളോഗ് ചെയ്യുക, ഡെയിലി വേണോ? എനിക്ക് അതായത് അന്നത്തെ ഒരു വൈബ് പോലെ ഞാൻ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ബോറടിക്കുകയാണെങ്കിലോ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിലൊക്കെ കമൻറ്റായിട്ട് അല്ലെങ്കിൽ അറിയിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇഷ്ടത്തിന് ഇങ്ങനെ പോവാം. കൂട്ടത്തിൽ എൻ്റെ ഇഷ്ടം ഒക്കെ പറയാൻ അങ്ങനെ പോട്ടെ. അപ്പോൾ ഏതായാലും അത്യാവശ്യം നമ്മൾ ഇന്ന് എത്ര കോടിയെന്ന് വെച്ചാൽ 150 റുപ്യക്ക് പിന്നെ സാധനം വാങ്ങിയതും പിന്നെ 120 റുപ്യയുടെ ഗൂഗിൾ പേ ഉണ്ട്. ഒരു 390-400 റുപ്യേൻ്റെ അടുത്ത് നമ്മൾ ഓടി. നല്ല രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങണത്, ഏകദേശം ഒരു 3-4 മണിക്കൂറോ, 9, 10, 11, 12, 1 മണി 2 മണി, ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടി. അത് പെട്ടെന്ന് ഒരു ഫോൺ ട്രിപ്പ് ഇട്ടിച്ചൊരു 120 റുപ്യേൻ്റെ ഫോൺ ട്രിപ്പ്, ഒരു 50 റുപ്യേൻ്റെ ഫോൺ ട്രിപ്പ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഒരു എല്ലാ ഓട്ടം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഫുറു ഓട്ടമായിക്കാണ്ട് മൊത്തം വിശേഷങ്ങളൊക്കെ ആയിട്ട് അതാകുമ്പോൾ ഒന്നുകൂടി രസമാവുമല്ലോ. അപ്പം ഇനി ഏതായാലും സമയം ഏകദേശം 2 മണിയാവുന്നു. നേരെ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ നേരെ അട്ടപ്പാടി ചുരം കയറി. മൊത്തത്തിൽ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അട്ടപ്പാടി എന്താ അവസ്ഥ എന്ന് അറിയില്ല. അത്യാവശ്യം മഴ വെയിലായിട്ടപ്പോൾ കുറച്ച് നേരമായപ്പോൾ കുറച്ചൊക്കെ വെയിൽ വന്നു. ഇനിയിപ്പോൾ മഴ പെയ്യാൻ എന്താണെന്ന് അറിയില്ല. ഏതായാലും നമ്മളെ ചെറുക്കൻ സെറ്റാക്കുക, പോവാം. കുട്ടികൾ പെരയിലേക്ക് ഒരു ചടപ്പാണ് പെരയ്ക്ക് വരുമ്പോൾ. ഓരോ ചെറിയ കളിയിലേക്ക് എന്തെത്താം. ഏതായാലും അപ്പം അങ്ങനെ ഏതായാലും ഒരു ബൈക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഷൂ കുത്തിരുന്ന് വരയ്ക്കാണ് ഇതുവരെ. ഫുള്ള് ഡ്രസ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പറയാം. എവിടെയൊക്കെ വെച്ചെന്ന് അറിയില്ല. ഈ കൈമ്പറ്റുന്നതൊക്കെ അങ്ങനെ എപ്പോഴും നേരം തിരഞ്ഞിട്ട് കിട്ടിയാലോ. ഓള് എവിടെയൊക്കെ കറക്റ്റ് വെക്കണതാണ്, തിരഞ്ഞിട്ട് കിട്ടണ്ടേ. അപ്പോൾ എന്താ പറയുക, ഉച്ച വരെ ഏകദേശം ഒരു 1-2 മണി വരെ ഓടി. ചെറുക്കന് ലീവും കൊടുത്തു. ഇനി വണ്ടി കണ്ട് മൊത്തത്തിലൊന്ന് ഞാനൊന്ന് കേക്ക് വൃത്തിയാക്കി അതിൻ്റെ ഊറ്റാണ് കാണുന്നത്. ഏതായാലും അമീറുണ്ടാവും എപ്പോൾ കാത്തിക്കണം, സമയം കുറേ ആയിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അട്ടപ്പാടി നിറച്ച് എന്താ പറയുക, വൈകുന്നേരം ഒരു കോട മഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ചെറുക്കന് AI ഫോട്ടോ ഇടണം മാറ്റിയിട്ട് ഒറിജിനൽ ഫോട്ടോ ഇടാമെന്ന് ചോദിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സംഭവം പോയി വൈകുന്നേരം വരും. എന്താ പറയുക, ഞായറാഴ്ച നമ്മൾ വൈകുന്നേരം ബ്രസീലിൻ്റെ കളിയില്ലേ 1:30-ക്ക്, കളിയിലൊന്നൊരു ഇൻട്രസ്റ്റാണ്. ഏതായാലും അപ്പോൾ നമ്മൾ ചെറുക്കട വെയിറ്റ് ചെയ്യാൻ ഉണ്ടാവും. എളുപ്പം പോകാൻ നോക്കട്ടെ. ഇങ്ങനെ ഞാൻ ഇപ്പോൾ വരും, ഇപ്പോൾ വരാം, അവിടെ ഇറങ്ങിക്കാം, ഇപ്പോൾ വരാം, ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തിയതാണ്. ചിലപ്പോൾ പുറത്തിറങ്ങി നിൽക്കണ്ടാവും അമീർ. യെസ്, ഓക്കെ. ഷൂട്ടില്ലല്ലോ ഉറപ്പേ, വലഞ്ഞു. അപ്പോൾ ഏറെക്കുറെ നമ്മളിറങ്ങി. മഴ ചെറുതായിട്ടും വലുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്. ഏതായാലും നമ്മളെ ചെങ്ങായിൻ്റെ പേര് ഇവിടെ അടുത്താണ്. ഓന് സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂറായിരിക്കും പുറത്തേക്ക്. ഞാൻ മാറ്റിയെടുക്കുന്നത് വന്ന് കിട്ടണ്ടേ. ഏതായാലും എന്താ പറയാ, ചെങ്ങായി അമിയ ചെങ്ങായില് പോയി. ചിലപ്പോ കാത്തുനിന്ന് പറഞ്ഞാണ്ടേ അമിയ വരുന്നേ. നമ്മളെ ടീമിന്റെ ഫ്ലെക്സ് ഒക്കെ നിങ്ങള് ഇന്ന് ഞങ്ങള് തൂക്കും. ഞങ്ങളെ കളിയാണോ ഇനി ഞങ്ങള് തൂക്കിയിരിക്കും. തോൽവി ഞങ്ങള് ചരിത്രത്തിലിടാം. അർജന്റീന നമ്മുടെ പിന്നെ പോർച്ചുഗലിന്റെ ഒരു സ്പെഷ്യൽ ഒരു ആരാധകരുണ്ട്. ഓന് കഴിഞ്ഞൊരു ഫസ്റ്റത്തെ കളി ഉണ്ടല്ലോ, ഫസ്റ്റത്തെ കളിയിൽ പോർച്ചുഗൽ റൊണാൾഡോ കുട്ടിക്ക് കളിച്ചപ്പോൾ തന്നെ ഒരു അതായത് അർജന്റീന പോകാൻ തീരുമാനിച്ചാണ്. പക്ഷെ പോർച്ചുഗൽ പോകാൻ തീരുമാനിച്ചാണ് അല്ലേ? ഞങ്ങൾ വെക്കപ്പെടാം പോർച്ചുഗലിന്റെ ആരാധകനാണ്. രക്ഷയില്ല, ഒറ്റുപോയി നമ്മുടെ ആരാധന. ഏതായാലും മഴ വലിയ മഴ വരേണ്ടതാണ്, പക്ഷെ എന്റേതാവോ വന്ന മഴ പോയി. ഞങ്ങൾ
അങ്ങോട്ട് നേരെ ഞങ്ങളെ യാത്ര തുടർന്നു. ഇൻഷാ അല്ലാഹ് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ കാണാൻ കഴിയുന്നത്. ലെറ്റ്സ് ഗോ. അർജന്റിൽ പോകണമെന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ നമ്മുടെ മണ്ണാർക്കാട് അലനല്ലൂർ റോഡ് നിങ്ങളോട് പറയാം വൻ തോൽവിയാണ്. എങ്ങനെ പോവാ? അതുകൊണ്ട് ഒരു ആക്കത്തിന് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവാ. എണ്ണ അടിച്ചിട്ടില്ല, ഇനി എണ്ണ അടിക്കണം. നമ്മൾ മണ്ണാർക്കാട് എത്തോളം റോഡ് തന്നെ അവസ്ഥ. ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും പറയക്കാരം. നമ്മൾ ഏകദേശം അലനല്ലൂരെത്തി. ഇനി ലേശം എണ്ണ അടിക്കാം. എണ്ണ പറ്റ കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു തിരിയില്ല. യെസ്, ഒരു 500 റുപ്യൊക്കെ അടിക്കുമോ? വേറെ നോക്കണം. അമ്മ അങ്ങോട്ട് ബാത്റൂമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയിന്. അപ്പോൾ 500 റുപ്യ ഒക്കെ അടിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളുണ്ടാവും വലിയ ചങ്ങായിമാരാ. അമീർ പറഞ്ഞാൽ ചെറുക്കിൻ്റെ ഇൻസ്റ്റയിലെ ബ്ലോഗിലൊക്കെ അറിയാൻ കഴിയും. ആള് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരിട്ട് പോനെ ഒരിട്ട് ഞാൻ. പിന്നെ എണ്ണ അടിക്കുമ്പോൾ ഒരാൾ എണ്ണ അടിക്കും, ഒരാൾ ഫുഡ് അടിക്കും. അല്ലെങ്കിൽ നമ്മൾ വല്ല ഫുഡ് കഴിക്കാൻ ഒരിക്കലും പോവുകയാണെങ്കിൽ ഒരൊട്ടം ഒരാൾ കൊടുക്കും, ഒരാൾ കൊടുക്കും. അങ്ങനെ പല പരിപാടി. ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരാൾ അങ്ങനെ ഇപ്പോൾ പോകണ്ട. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഈ പൈസൻ്റെ കാര്യത്തിലൊരു ഈഗോ സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളിങ്ങനെ കൈകാര്യം ചെയ്തിങ്ങനെ പോണത്. ഏതായാലും സമയം ഇവിടെ 4-4:45 ആയിക്കണ്. നമ്മളിന്ന് എത്തും അട്ടപ്പാടിക്ക്. അതല്ല ആ ഒരു ഇതൊക്കെ കിട്ടും നമുക്ക്, മറ്റെന്താ പിന്നെ പറയാ, കോട പോയി വെക്കേണ്ടി വരും. അതൊന്നും പൊന്താത്തത്. 500 റുപ്യ കടിച്ചിട്ട് 2 പുള്ളിയാണല്ലോ പൊന്തിക്കണ്. പൊന്തോക്കാറല്ലേ? അപ്പം വീണ്ടും അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട്ടിൽ നിന്ന് നേരെ അട്ടപ്പാടി റൂട്ടിലേക്ക് തിരിച്ചു. അട്ടപ്പാടി അകളി. അട്ടപ്പാടി ഇങ്ങനെ എത്രത്തോളം തണുപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരാളിവിടെ നല്ല തണുപ്പ് ഇപ്പം തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂൾ ആൻഡ് വേണ്ടല്ലേ, നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചെറിയൊരു കോടയൊക്കെ ഇറങ്ങി വരുന്ന മാതിരി ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അട്ടപ്പാടി ഇപ്പോൾ വരുന്നത് നല്ലൊരു സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോയി വെക്കാം. വീണ്ടും ലെറ്റ്സ് ഗോ. അതിന് പിന്നെ ചായ കുടിക്കണമെന്ന് കുറേ നേരമായി പറയണേ. ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് ചായ ഒരു പട്ടൻ ആട്ടിൻ പറ്റകൾ, പിന്നെ നമ്മളെ സുൽത്താനും പിള്ളേരും നമ്മളെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ അട്ടപ്പാടി എത്താൻ നേരത്തെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. റോഡൊക്കെ മൊത്തം പ്രശ്നമാണ്. പിന്നെ നമ്മളിങ്ങനെ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാലേ ഒരു പ്ലാൻ ചെയ്യാത്ത പോരലായതുകൊണ്ട് വ്ളോഗ് എങ്ങനെയൊക്കെ ആയിത്തീരുന്നൊന്നും അറിയില്ല. അത് മൊത്തത്തിൽ പറഞ്ഞു പോകില്ല. നമ്മളൊന്നും വിചാരിക്കല്ലേ, ഒരു ട്രിപ്പ് പോരാനൊരു മൂടൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളെ ചെറുക്കന് 3 ആക്കി. പിന്നെ ഇതിട്ടുണ്ട് സ്റ്റാറ്റസ്. പിന്നെ ഏതായിട്ട് ഊട്ടി കൊടൈക്കനാലൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ആയിക്കാണ്ട് ബാക്കിൽ 3 എഴുതിക്കാണ്ട്. ഇനിയിപ്പോൾ ഓൻ്റെ ഇടങ്ങേറ് കാണണ്ടല്ലോ എഴുതിക്കാണ്ട്. ഓൻ വിളിച്ചപ്പോൾ തന്നെ നേരെ അട്ടപ്പാടി പോവാടാ എന്നാൽ ഒരു സ്റ്റോറി ഇടാനായി. എന്തിനാ 4 മണിക്കോണ്? അല്ല 4 മണിക്കോ കോട കിട്ടും. അതങ്ങനെ നമുക്ക് പോവാം. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് ഉണ്ടായത്. സത്യമായിട്ട് പാവം ചെറുക്കൻ, പാവാണ്. അമീറാണ് നമ്മളെ ചെറുക്കനാണ്. 2000 കടം തരും വെച്ചാൽ അപ്പം ഗൂഗിൾ തരും. 2000 കടക്കുണ്ടാവും വണ്ടി എളുപ്പറിക്കുക. അങ്ങനെ ആ പറഞ്ഞ ചായക്കട നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്കൊരു വിത്തൗട്ട് ഒരു മേഡിൻ ചായ. കടി എന്തല്ലേ? കടി പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, എന്താണ് ഫ്രഷ് ഉള്ള എണ്ണക്കടി. ഫ്രഷ് എണ്ണക്കടി, പഴംപൊരി, പൊക്കവട, സമൂസ ഒക്കെ ഉണ്ട്. പിന്നെ മേലെ ഉണ്ട്. താങ്ക് യു. വലഞ്ഞു എന്നെ കൊണ്ട് കേട്ടോ, വലഞ്ഞു എന്നെ കൊണ്ട്. എന്താ എനിക്കൊന്നൊരു ദുഃഖം? ശരിക്കും എനിക്കൊന്നല്ല, ആകെ അട്ടഹസിച്ച് നടക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല.
അത് ചായ വിത്ത് പഴംപൊരി അല്ല സമൂസക്ക് എപ്പോഴോ കഴിഞ്ഞു. ഏതായാലും ഈ ചായ കുടിക്കുക പോവാ. കൂടുതൽ ലേറ്റ് ആക്കിയാൽ വന്ന കാര്യം നടക്കും തോന്നുന്നില്ല. അമ്മ എവിടുത്തെ ഒരു പോസിട്ടാ ചെറുക്കൻ ഭയങ്കര ചുരുക്കായിക്കണം. ഇജ്ജ് വെള്ള ഷർട്ട് ഇപ്പോൾ വാങ്ങിയാ പുതിയത്? അല്ല പുതിയ ഫോട്ടോ എടുക്കാം. ഫോട്ടോ ടൈം കിടക്കല്ലേ. പാവാണ്. എന്നും പണിക്കുപോയി ഡെയിലി ഒഴിവില്ലാതെ പണിക്കോണ ആളാ. കുടുംബനാഥനാണ്. പെണ്ണെട്ടിട്ടൊന്നുമില്ല. ഉമ്മയും വാപ്പയുണ്ട്. വാപ്പക്ക് സുഖമില്ലാതിരിക്കണം. അപ്പോൾ സുഖമില്ലായില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു അനിയനല്ലത് ആ എടുത്തോ. അപ്പോൾ ഡെയിലി പണിക്കോണ ആളാണ്. അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പോകുന്നതാണ്. ഞങ്ങളടുത്ത് പോകണമാണ് ട്രിപ്പ്. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞൊരു ട്രിപ്പ് പോകാനൊരു മൂടൊന്നും ഇല്ല. ഏതായാലും നമ്മളെ ചെറുക്കന് വേണ്ടി നമ്മളൊരു അട്ടപ്പാടി യാത്ര. പൊടി മാറിയിട്ട് തേങ്ങയുടെ കൂട്ടാ. ഇജെന്തെടുത്ത്? ആ ഏതായാലും ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയണേ. നീ ആളൊരു നല്ലവനാണ്. നല്ലവന് വേണ്ടി ഞാൻ അട്ടപ്പാടി വരെ പോകുന്നതെന്ന് പറയാം. ബിസ്മില്ലാ. രണ്ടാമത് സമൂസമാണ്. എന്നെക്കൂടി അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തതാണ്. സത്യം പറഞ്ഞാൽ പൈസക്കാണ്. അങ്ങനെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ നേരെ ചുരം കയറൽ തുടങ്ങുകയാണ്. തണുപ്പുണ്ടോ? ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. ബസ് നിർത്തിയത് ഇനി എന്താണെന്ന് അറിയില്ല. എല്ലാവരും നടന്നതാ പോകണം. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. എന്താ പറയുക, മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ഡ്യൂട്ടി വെയിറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. എനിക്ക് എന്താ പറയുക, അത് കിട്ടണില്ല സത്യം. അതാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണത്. ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ നേരെ പോലത്തെ ഓട്ടോറിക്ഷ ഓടാൻ ഇറങ്ങുന്ന വ്ളോഗാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ സ്ഥിരം ഞാൻ ചെയ്യണ എൻ്റെ പണി, എൻ്റെ ജോലി അതിങ്ങനെ എടുത്ത് പറഞ്ഞു അത് കറക്റ്റ് ഞാൻ പോകണ വഴി ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇവിടെ പേരെന്താ പറയുക, അതാ നല്ല പച്ചപ്പുണ്ട്, പച്ചപ്പും പരിതാപമുണ്ട്. സംഭവം ചുരം കയറാൻ ഭയങ്കര രസമാട്ടോ. ചെറിയൊരു തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. ഷമീർ പറഞ്ഞ കോടയൊന്നും കാണാനല്ല. ഈ പറഞ്ഞ കോടയൊക്കെ കേട്ട പോയത് പറഞ്ഞ കോട കേട്ട പോയത് 10ാം വളവിലുണ്ടാവത്രേ. ഏതാണ് ഞങ്ങൾ 10ാം വളവ് പോയ കിടന്ന. അങ്ങനെ അട്ടപ്പാടിയുടെ മനോഹാരിതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചിങ്ങനെ 10ാം വളവ് തേടി ഇറങ്ങിയതാണ്. ഇനി പോണോ അമ്മിയെ? കുറെ പോണോ? കുറച്ചുകൂടിയും പോണത്രേ. അതായത് ഈ അട്ടപ്പാടി ഈ റോഡുണ്ടല്ലോ, ഇത് ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാൻ അതിരപ്പള്ളി റൂട്ട് പോയി. അതിരപ്പള്ളി വായച്ചാൽ അത്രത്തോളം ഡേഞ്ചർ ഇല്ല, പക്ഷേ അത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും ഇങ്ങനെ കാട് മൂടിയിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ ആ റോഡ് ഇങ്ങനെ പോകാറുണ്ട്. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എത്രയാണോ ഇതാകണം 5:58. മൊത്തത്തിൽ ആളുകൾക്ക് ഇറങ്ങി തുടങ്ങി മേലെന്ന് ചുരം. ഞങ്ങൾ പോകുന്നുള്ളൂ, ഞങ്ങൾ ഉണ്ടാവും. അത് പറഞ്ഞാൽ നേരെ ഇതാണ് കറക്റ്റ് വൈബ് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും അവിടെ വേറെ വലിയൊരു മല അമ്മു. ഏതായാലും മാഷാ അല്ലാഹ് ഈ സമയം അട്ടപ്പാടിക്ക് വരാൻ നല്ലൊരു കറക്റ്റ് സമയം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ അറിയാം ഇൻ്റർനാഷണൽ ട്രാവലറൊന്നും അല്ലാത്തതുകൊണ്ടേ. പക്ഷെ എന്താ യാത്രകൾ പോകാറുണ്ട്. ഏതായാലും ആനവണ്ടിയാണ് വരുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ 10ാം വളവ് എത്തിക്കഴിഞ്ഞു. നമ്മളെ നഞ്ചിയമ്മൻ്റെ ആ ഒരു പിക്ചറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, സ്വാഗതം. അത് ഇതാണല്ലേ അമ്മ ഈ തട്ടപ്പാടി. ഓ അങ്ങനെ നമ്മൾ 10ാം വളവിൽ എത്തി. ബാക്കിൽ വണ്ടി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ 10ാം വളവിൽ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാതെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ പോകും അട്ടപ്പാടി വരെ വന്നിട്ട്. ഇത് നഞ്ചമ്മേ ഇതാണ് നഞ്ചമ്മ എന്ന് പറയണ എല്ലാവരും അല്ലേ. ഏതായാലും അട്ടപ്പാടി വരുമ്പോൾ ഈ ഒരു ഫോട്ടോ, ഈ ഒരു സംഭവമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സംഭവം വളരെ രസകരമാണ്. പിന്നെ ഇതെന്താ ഇരിക്കണ ഇറങ്ങണി, എന്താണ് ഉഷാറില്ല, അതെന്താണ് പ്രശ്നം? ഒരു മിനിറ്റ്. അങ്ങനെ നമ്മൾ ഏറെക്കുറെ അട്ടപ്പാടി എത്തിയിട്ടുണ്ട്. 10ാം വളവ് ആ ഒരു സ്ഥലത്താണ്. നേരെ നമ്മൾ സ്വാഗതം നമ്മുടെ മണ്ണും തീരും ഏറ്റവും മികച്ച സർവ്വ മാലിന്യം തളർത്തരുത്. സംഭവം ഭയങ്കര രസമായില്ലേ.
ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് റീല് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇവിടെ നിന്ന് വരണം. സംതിങ് ഇംഗ്ലീഷ് വല്ലാതെ വരുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ വന്നാൽ ഇവിടം വരെ വന്ന ഏകദേശം അട്ടപ്പാടി ആയി എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഇവിടുന്ന് 4-5 ഇവിടുന്ന് 4-5 ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പരി പോവോ? ഇതൊന്നും മാല, ഇതൊന്നും സംഭവം. ഇജ് വില്ലനായിക്കട്ടോ. ഇജ് എൻ്റെ പഴയ ഈമാനൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഏതായാലും അവിടെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ക്യാമറയും പിടിച്ച് വന്നിട്ട് ഒലിക്കടങ്ങാറുണ്ടല്ലോ. സംഭവം ഭയങ്കര രസമായില്ലേ? എന്താണ് തട്ടപ്പാടി എന്താ അമ്മിയ ഇവിടാവേ? ഞാൻ കാര്യം ചോദിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാ എംതോ? അതെന്താ വെച്ചാ എംത്ത് ഓലക്കാണ്. മലയാളം എഴുതിക്കണേ വായിച്ചേ. അടി തട്ടപ്പാടിയാണ്. മേലത്തെ എന്താണ്? എന്റെ അട്ടപ്പാടിന്നോ? ഞാൻ ഉത്തർപ്രദേശിലായിരുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, എന്താ പറയാ, ട്രാവൽ വ്ളോഗ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് കഴിയുന്നമാരൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് എൻ്റെ ഡെയിലി വ്ളോഗിന് സപ്പോർട്ട് ചെയ്യുന്ന മാതിരി തരണേ. ഏതായാലും നമ്മൾ അട്ടപ്പാടി 10ാം വളവിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 6-6:15 ആയപ്പോൾ എത്തി. നമ്മൾ 4 മണിക്ക് സത്യം പറഞ്ഞാൽ പോകുന്നത്. ഏതായാലും ഇവിടുന്ന് ഒരു 3-4 ഫോട്ടോ എടുക്കലാണ്. അമ്മിയാ അവിടെ ഒരു ഫോട്ടോ എടുത്തോണ്ട് അഞ്ചേ ഒരു ഫോട്ടോ. ഒരു ക്ലാസ് വാങ്ങണ്ടേ? അപ്പോൾ അല്ലേ അത് കണ്ണട കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു എന്തൊക്കെ കാട്ടെ. ഇളയാളിപ്പോൾ എന്താ കാട്ട്? നമ്മളെ കാക്കു വണ്ടി കൊടുക്കാണ്ട് നമ്മളെ ഫ്രെയിമിലാണ് നിർത്തി. ഇപ്പം എന്താ ഇപ്പം കാട്ടുക? അവിടെ എന്താണ് അങ്ങനെ? ഇതാണ് നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം 10ാം വളവ്. 10ാം വളവ് ഒഞ്ഞ ഡോണ്ടു ചെറുകം പണി ഉണ്ടാക്കുമോ? ഏകദേശം ഇതാണ് നമ്മൾ പറയുന്ന 10ാം വളവിലെ കാഴ്ചകളൊക്കെ. സത്യം പറഞ്ഞാൽ ഒരു 4-5 വർഷം മുന്നേ അവിടെ വരുന്നത്. അന്ന് എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒന്നുകൂടെ ഒരു വൈബൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. എന്നാലും ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും കോടാന്നിരുതി വന്നാണ്. ഈ ചെറുക്കം ഇവിടെ കോടുണ്ടാവും. പിന്നെ കോട കാരണം നമുക്ക് നടക്കാൻ കഴിയില്ല. അത്രത്തോളം തണുപ്പായിരിക്കും. കോട്ടെടുത്തോന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ കണ്ട ആകെ ചർച്ച. അമ്മയാ എടുത്ത് കോടാ ഇപ്പോൾ വരുത്തല്ലേ. അപ്പോൾ ഏതായാലും ഒരു യാത്ര എക്സ്പീരിയൻസ് ഒക്കെ മൊത്തത്തിൽ ഒരു രസമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ 10ാം വളവ് വരെ ഇവിടുന്ന് ഒരു കുറച്ച് കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് പിടിക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഏതായാലും കുരങ്ങനെ പിടിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ അട്ടപ്പാടി യാത്രാ വിശേഷങ്ങളൊക്കെ. ഇനി ഇവിടെ വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൂടെ ഉൾപ്പെടുത്താം. ഈ ചെറുക്ക് ഇവിടെ കോടുണ്ടാവും. പിന്നെ ആകെ മഞ്ഞും മലയും ഒക്കെ പറഞ്ഞ് ആണ്ട് നല്ല ഫോട്ടോ കിട്ടിയല്ലേ? ഓക്കെ എന്തൊക്കെ എനിക്കൊരു ചക്ക എന്നല്ലേ? ചക്കാനൊക്കെ ഏതാണ് വാങ്ങേ? സംഭവം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പച്ചമുളക് വരെ ഉണ്ട്. അത്തിപ്പഴം, പച്ചമുളക്, കോഫി. പിന്നെ സ്പെഷ്യലായിട്ട് എന്താ എനിക്ക് തോന്നിയത് സംഭവം ഐറ്റംസ് കുറേ ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. ഇത് തിന്നാനാണ് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടിക്ക് വന്നത് അല്ലേ? നല്ല ആളുണ്ട്. അത്യാവശ്യം ആളുകൾ ഇങ്ങനെ വന്നു. ചക്ക അതാണ് ചക്ക. ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ വരുന്നില്ല. ഇല്ലാ പാഞ്ഞു വരികയാണ് അവന്. 50 റുപ്യ. 50 ഓർന്നു. 50 50. അവൻ കജ്ജി കേട്ടടാ. അവനക്കൊന്നും വാങ്ങിക്കൊടുക്കജ്ജി. അവിടെ വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും ചിലപ്പോ.
ഇജെന്താ വാങ്ങിയ ചോക്കോബാറോ? കൈ ഇങ്ങനെ കാട്ടടാ. കണ്ടോ ഞാൻ ഇങ്ങനെ കാട്ടുമ്പോ കൈ ഇങ്ങനെ കാട്ടും. കൈ ഇങ്ങനെ കാട്ടും പാവം. മോലാലി ഇവിടെ ഉണ്ട്, മോലാലിനോട് പറയാ ഒരു അങ്ങോട്ട് നോക്കടാ, ഒരു കൊടുക്ക നമ്മളെ ചെറുക്കാൻ. ഇതിന്റെ അടി പൊട്ടിച്ച, ഇതിന്റെ അടി ഇങ്ങനെ പൊട്ടിച്ച. എന്നാ നന്നായിട്ട് കൊണ്ടുപോവാ. അതാ അതാ ഐസ്ക്രീം ഐസ്ക്രീം. പോടാ പോ ആ വരുന്ന റബ്ബേ. ഏതായാലും കോടൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അട്ടപ്പാടിക്ക് വരണമെന്നില്ല, രാവിലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഏതായാലും പക്ഷെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ പറഞ്ഞ കോടിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്കൊരു യാത്ര അവിടെ ഇവിടെ റീല് കണ്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടൊരു കാര്യമില്ല. കോടൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഒരാഴ്ച മുന്നേ, അമ്മയെ ഒരാഴ്ച മുന്നേ എങ്ങാനും കോട ഉണ്ടായി തോന്നുന്നു. അതായത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആ മഴയും ആ ഒരു കോടയൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഒരു KSRTC പോണൊക്കെ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വൈറലായിക്കണം. അപ്പോൾ ആ ഒരു സംഭവം കണ്ടിട്ടാണ് ചെറുക്കന് നമുക്ക് അട്ടപ്പാടിക്ക് പോകല്ലേ പറഞ്ഞ് ഞാനൊന്ന് ഉച്ച വരെ ഓടിയിട്ടുള്ളൂ, ആകെ ചില്ലറ ഉറപ്പിച്ച് ഓടിയിട്ടുള്ളൂ. അതുവരെ ഞാൻ മിസ്സാക്കിയിട്ടും പോകണം അനക്ക് വേണ്ടിയിട്ട്. റൈഡേഴ്സ് സുബൈറ മാറുന്നടാ നോക്കെ ഉണ്ടക്കാ അന്നാണ് നോക്കണത്. കിട്ടണോ? ഓ ഐസ്ക്രീം ഇട്ടിക്കണ ചെറുക്കന്. ഒരു പൊട്ടിപ്പര് കൊടുക്കടാ ചെറുത്. ഒരു പൊട്ടി ചെങ്ങായി കൊടുക്കണില്ല. അമ്മ അജ്ജി പറഞ്ഞ ചിലപ്പോ കേക്ക് വെക്ക. ഒരു പൊട്ടി കൊടുക്കാൻ പറയണ. ജലി വാങ്ങി കൊടുത്താലും മതി. ഓക്കെ എടാ ഒരു പൊട്ടി കൊടുക്കാൻ പറയണ. ഒരു പൊട്ടി കൊടുക്കാൻ പറ ജി. എന്നാ വാ ജി പറഞ്ഞാ മതി ഓനോടേ. വാ വാടാ പ്ലീസ് പറഞ്ഞിട്ട് കേൾക്കണില്ല. സത്യം പറഞ്ഞാല് ഒന്ന് നമുക്ക് വാങ്ങി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഒന്ന് തിന്നാലൊരു ഇതാവനായിട്ടില്ല. ഓക്കെ ഒരു പൊട്ടി തരാൻ പറയേ പെച്ചമ്മച്ചിയാ. അപ്പൊ ഇനി എന്താ പറയാ, നമ്മള് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ആ പറഞ്ഞ കോടൊന്നും ഇവിടെ എവിടെയും കാണാനല്ല. അത്യാവശ്യം നല്ല ആളുകളുണ്ട്, തിരക്കുകളുണ്ട്. ഓ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പൊ ബ്ലോഗ് എത്രത്തോളം മനോഹരമായി എന്നറിയില്ല. നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ. ആകെ അലമ്പാണ്, ഞാൻ പെട്ടെന്ന് ബ്ലോഗ് നിർത്തിയതാണ്. ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്ക് പിടിക്കുക, അത്രേ ഉള്ളൂ.